ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റും പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാണാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഹൈഡ്ര ലൈറ്റ് ഹൈലൂറോണിക് ആസിഡ് ഫേസ് വാഷാണ്, ജെൽ ഫേസ് വാഷാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു 2 വീക്ക് ആവണതേ ഉള്ളൂ. ഇത് നല്ലതാണ്, കുഴപ്പമില്ല. ഹൈഡ്രേറ്റ് ആൻഡ് ഗ്ലോ എന്നാണ് കാണിച്ചേക്കുന്നത്. കുഴപ്പമില്ല. എനിക്ക് ഈ പിമ്പിളും ആക്നിയൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഞാനിത് റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയത്. നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ക്രീം ഡോട്ട് ആൻഡ് കീയുടെയാണ്. എനിക്കിത് ഇന്നലെയാണ് വന്നത് ഓർഡർ കൊടുത്തിട്ട്. അപ്പം ഇതും ഞാൻ ഇതേപോലെ റിവ്യൂസും യൂട്യൂബിൽ ഓരോ റിവ്യൂസും കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെറാമൈഡ്സ് ആൻഡ് ഹൈലൂറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ എന്നാണ്. ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനാണ് ഇത് പെർഫെക്റ്റ് ആവുന്നത്. നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. എനിക്ക് ഇന്ന് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ക്രീം. പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആവും. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു നെഗറ്റീവ് ഫീൽ എന്തെന്ന് വെച്ചാൽ, ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഡള്ളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് സ്കിന്ന് ഡള്ളായിട്ട് പോലെ, ഒരു ഡാർക്ക് അടിച്ച പോലെയൊക്കെ എനിക്കെന്തോ ഫീൽ ചെയ്യും. പക്ഷേ ഇത് തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റിവ്യൂ കണ്ട് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഡാംഡോക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് ഈ സൺസ്ക്രീന്. പക്ഷേ ഏത് സൺസ്ക്രീൻ ഇട്ടാലും എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റാവും, കണ്ണ് കാന്തും, കണ്ണ് നിറയും, എന്തോ ഏതിട്ടാലും. ഇതൊന്നും മാത്രമല്ല, ഇതാണ് സൺസ്ക്രീൻ. പിന്നെ ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്ന അൺഡ്രൈ, എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളതിനെ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് പിൽഗ്രിമിൻ്റെ നൈറ്റ് അൺഡ്രൈ ക്രീം. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ മാസമായി, ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും യൂസ് ചെയ്യാണ്. ഇത് ഇട്ടതിന് ശേഷം എനിക്ക് കുഴപ്പമില്ല, കുറഞ്ഞിട്ടുണ്ട്. മുന്നേ നല്ലതായിട്ടുണ്ടായിരുന്നു, കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ഡെവി റേഡിയൻസ് സെറം ഇൻ ലോഷൻ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് എന്തോ, ഞാൻ കയ്യിലാണ് യൂസ് ചെയ്യണത്. കയ്യിലാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത്. കുറച്ച് പേര് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കയ്യിലാണ് യൂസ് ചെയ്യണത്. എനിക്ക് വലിയ ബ്രൈറ്റനായിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആവും. പിന്നെ വേറെ എന്തുവാ, ബ്രൈറ്റൻ ആവത്തില്ല, എനിക്കായിട്ടില്ല. പിന്നെ വന്നിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സ്മെല്ല് അധികം നേരമൊന്നും നിൽക്കത്തില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ ഇത്. പിന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡാംഡോക്കിൻ്റെ നൈറ്റ് ക്രീം, ഞാനിത് മുന്നേ ഇതേപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പാടും പിമ്പിൾസൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണ്. പക്ഷേ എനിക്കിതൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത് പൈസ കൊടുത്ത് മേടിച്ചതിനെ കൊണ്ട് തീർന്നു. ഞാൻ നൈറ്റൊക്കെ ചുമ്മാ തേച്ചിട്ട് കിടക്കും. പിന്നെ ഉള്ളത് ഇതേപോലെ പ്ലമ്മിൻ്റെ നൈറ്റ് ജെൽ ക്രീം. ഇത് കുറേ മാസമായി മേടിച്ചിട്ട്, കുറച്ച് യൂസ് ചെയ്ത് തീർന്നില്ല. ഇത് നല്ല മണമാണ്, തീർന്നില്ല. പക്ഷെ എനിക്ക് ഇതിടുമ്പോൾ എന്തോ ചൊറിയാൻ തോന്നും. അതുകൊണ്ട് പിന്നെ അതിനെ ഇടില്ല, അങ്ങനെ വെച്ചിരിക്കാം. പിന്നെ ഉള്ളത് കുറച്ച് റിവ്യൂ കാര്യങ്ങൾ ആഡും ഒക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ച സംഭവമാണ് പ്ലിക്സിൻ്റെ. എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലിക്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ക്രീം മോയ്സ്ചറൈസർ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താ, ആക്നി ബസ്റ്റഡ് കോംപ്ലെക്സ് നിയാസിനമൈഡിൻ്റെയാണ്. ആക്നിയൊക്കെ റെഡ്യൂസ് പോവും എന്നൊക്കെയുണ്ട്. ഇത് പൊട്ടിപ്പോയി, പക്ഷേ തീർന്നു.
ഞാൻ തേച്ച് തീർത്തതാണ്, പക്ഷെ എനിക്കൊരു മാറ്റം വന്നില്ല. അതേപോലെ തന്നെ സെറം, ആക്നെ കൺട്രോൾ സെറം. എനിക്ക് ഈ സെറം യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്ക് വന്നില്ല, പക്ഷെ ഇതും കാലിയാണ്. പിന്നെ ഇതിൻ്റെ ടോണർ നല്ല സ്മെല്ലാണ്. ഇത് കുറച്ച് മാസമായി കേട്ടോ ഞാൻ വാങ്ങിയിട്ട്, പക്ഷേ ഇതിതാ ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഒരു 2 ദിവസം എന്തോ വാങ്ങിയ ഫസ്റ്റ് ഒരു 2 ദിവസം എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സെറ്റ് ആവാത്തതിനെ കൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. എനിക്കെന്തോ ഒക്കണില്ല ഇത്. അപ്പം ഇതങ്ങനെ. പിന്നെ ഈ ഫ്ലിക്സിൻ്റെ വാങ്ങുന്നതിന് മുന്നേ ഞാൻ വാങ്ങിയ ടോണറാണ് ഗുഡ് വൈബ്സിൻ്റെ ആപ്പിൾ സൈഡർ വിനാഗർ ആൻഡ് ബ്ലൂബെറി ആക്നെ കൺട്രോൾ സെറം. ഇത് ഫ്ലിക്സിനെയും കാട്ടിയും ബെറ്ററാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, എനിക്ക് നല്ല ഒരിതായിട്ട് തോന്നിയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസിൽ എൻവൈബൻ്റെ ഇതും ഞാൻ ഒരു യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ എനിക്ക് പിമ്പിൾസും ആക്നെയൊക്കെ ഉള്ളതിനാണ് കൊണ്ട് തോന്നുന്നു. എനിക്കെന്തോ ഇടുമ്പോൾ എനിക്കെന്തോ ശരിയാവണില്ല. എനിക്കിത് ഇടുമ്പോൾ ഒരുമാതിരി പിമ്പിൾസിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അതൊക്കെ നല്ലതായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. മേ ബി ഇതൊക്കെ അത് ഉള്ളതിനെ കൊണ്ടായിരിക്കും ഇതെന്തോ സെറ്റ് ആവുന്നില്ല. അപ്പം അമ്മ വാങ്ങി അങ്ങനെ വെച്ചിട്ടുണ്ട്, അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് മേക്കപ്പ് ഫിക്സ്, ഫൗണ്ടേഷനൊന്നും ഇടാതെ എന്തിനല്ലേ മേക്കപ്പ് ഫിക്സർ, ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് ഫിക്സറാണ്. പിന്നെ ഇത് അതിലെ കൂടെ ഞാൻ മേടിച്ച പ്രൈമർ. ഇതൊക്കെ വാങ്ങിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഇത് പുറത്ത് പോകുമ്പോൾ ഒരു മേക്കപ്പ് ഞാൻ ഇടൂല കേട്ടോ. പുറത്ത് പോകുമ്പം ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഷോ മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കില്ല, നേരെ ഒറ്റൊരു പോക്കാണ്. ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ, ആരെങ്കിലും ഞാൻ ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ തന്നെ ആരെങ്കിലും എന്നെ നോക്കുകയാണെങ്കിൽ ചിലരുടെ ഒരുമാതിരി നോട്ടമില്ലേ, എനിക്ക് ആ നോട്ടം എനിക്കൊന്നും പിടിക്കില്ല. അതുകൊണ്ട് മേക്കപ്പ് ഈ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള മേക്കപ്പേ ഉള്ളൂ. ഒരെണ്ണമൊക്കെ വാങ്ങിക്കൂട്ടും, പക്ഷെ പുറത്ത് പോകുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ എന്തിനു ഞാൻ വാങ്ങണമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ വന്നിട്ട് ഒരു മസ്കാര. ഇതെൻ്റെ ഫേവറേറ്റാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മാർസിൻ്റെ മസ്കാര. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ, ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. ഇത് ഇടുമ്പം തന്നെ നമ്മുടെ ഐലാഷസൊക്കെ ഇങ്ങനെ എണീച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന്. പിന്നെ ഒരു ചെറിയ ലിപ് ബാം, സ്ട്രോബെറിൻ്റെ ലിപ് ബാം. ഇതെനിക്കിഷ്ടമാണ്, സ്ട്രോബെറിൻ്റെ ചെറിയൊരു ലിപ് ബാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനിട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് അത് എന്തുവന്ന് അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. വേറെ ഇത്രയേ ഉള്ളൂ, ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ. വേറെ കുറേ ആക്രി പീക്രി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒരു മൂല കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇത്. പിന്നെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന 1-2 പ്രോഡക്റ്റും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിർത്താണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത എൻ്റെ ലോങ് വീഡിയോയിൽ കുറച്ച് 1-2 കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് ക്ലിയർ ഇല്ല എന്ന്. അപ്പോൾ ഇതിൽ സൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.